ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്തിട്ടും ഒരു കുറ്റബോധവും ഇല്ലാതെ ഒരു മനുഷ്യൻ എങ്ങനെ ഇപ്പോഴും പിടിച്ചേക്കാൻ പറ്റുന്നു? ഇപ്പോഴും സത്യം നിഷേധിക്കാൻ പറ്റുന്നു? എനിക്കത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പറ്റുന്നില്ല. അങ്ങനെയല്ല കിരൺ, നമ്മൾ ഈ വീട്ടിലെ കാലുകുത്തി അന്ന് തൊട്ട് മഹാദേവൻ അങ്കിള് ഭയക്കുന്ന ഒരു കാര്യമുണ്ട്. അതിവിടെ സംഭവിച്ചു. നോക്കണ്ട, കിരൺ ആരാണെന്നോ എന്താണെന്നോ ഈ വീട്ടിൽ ആരും അറിയരുത്, പ്രത്യേകിച്ച് പൃഥ്വിയോ ചന്ദ്രന്റെയോ. അതിനാണ് അങ്കിള് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ പൃഥ്വി എല്ലാം അറിഞ്ഞു. ഇനി ഒന്നും പഴയതുപോലെ ആകില്ല കിരൺ. ഇനി അങ്കിളിന് കിരണിനോട് ദേഷ്യം കൂടെയുള്ളൂ. ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് അങ്കിള് കിരണിനെ വെറുത്തു തുടങ്ങിയില്ലേ? ഇങ്ങനൊരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചിട്ട് അങ്കിളിനെ കൊണ്ട് നമ്മൾ ഇനി എങ്ങനെ സത്യം പറയിപ്പിക്കാനാ? എങ്ങനെ അത് അംഗീകരിപ്പിക്കാനാ? ഉടനെ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കാൻ സാധ്യതയില്ല. പിന്നെ കാലം മായ്ക്കാത്ത മുറിവുകൾ ഇല്ലാന്നല്ലേ പറയാറ്. കുറച്ചുനാള് കഴിയുമ്പോ ഇതൊക്കെ ശരിയാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തിനാ ഈശ്വര എനിക്കിങ്ങനൊരു ജന്മം? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നിന്റെ അച്ഛൻ വേണ്ട, എന്താടാ മിണ്ടായിരിക്കുന്നേ? നീയൊക്കെ ഈ വീട്ടിൽ എന്ത് ചെയ്താലും ആരൊന്നും ചോദിക്കില്ലെന്ന് വിചാരിച്ചോ? പറയടാ, എന്റെ അച്ഛനെ നീ എന്തിനാണ് അച്ഛാന്ന് വിളിച്ചത്? എനിക്കറിയണം. പറയാൻ നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാദേവന് ഒരു മകനേ ഉള്ളൂ, അത് ഞാനാ. ഞാൻ പറയുന്ന നീ അനുസരിക്കില്ലേ? ഞാൻ എല്ലാം പറയാം, നീ ഒന്ന് സമാധാനായിട്ടിരിക്കും. ഓക്കെ? ദുർഗെ, നീ കിരണിനെയും കൂട്ടി റൂമിലേക്ക് പോ. ചെല്ലി കിരൺ പറയുന്ന കേക്ക്. കിരൺ വാ, വന്നേ. നീ എന്താ പൃഥ്വി കാണിച്ചു കൂട്ടിയത്? അവര് നമ്മുടെ ഗസ്റ്റ് അല്ലേ? ഗസ്റ്റിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഇതെന്താ പൃഥ്വി നിന്റെ കയ്യില്? ഇതെവിടുന്ന് നിനക്ക് തോക്ക് കിട്ടിയത്? ഇതാണോ വലിയ കാര്യം? എനിക്കറിയേണ്ടത് ഇതാ പോയില്ലേ അവൻ ആരാണെന്നാ. അവൻ എന്തിനാ എന്റെ അച്ഛനെ അച്ഛാന്ന് വിളിച്ചത്? അവന് ഈ കുടുംബം തമ്മിൽ എന്താ ബന്ധം? പറയേച്ചി. ഏതെങ്കിലും ഒരുത്തും വീട്ടിൽ കയറി വന്ന അവകാശം പറഞ്ഞ ഞാൻ വെറുതെ അത് കേട്ടോണ്ടിരിക്കണോ? അത് പൃഥ്വി, ഞാൻ എങ്ങനെ നിൽക്കുമെന്ന് ആരും കരുതണ്ട. ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ പുതിയ തലമുറയിൽ ആണൊരുത്തൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ഞാൻ മാത്രമാണ് ഇതിനെല്ലാത്തിനും ഒരേ ഒരു അവകാശി. അതിന് തടസ്സമായിട്ട് ആര് വന്നാലും അവന് ഞാൻ കൊന്നിരിക്കും, കൊന്ന് തള്ളിയിരിക്കും. പൃഥ്വി, നീ കരുതുന്ന പോലെ ഒന്നുമില്ല. നീ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. കിരൺ ചെറിയച്ഛനെ അച്ഛനല്ല ഉദ്ദേശിച്ചത്, അച്ഛനെ പോലെയെന്നാ ഉദ്ദേശിച്ചത്. അയാൾ ആരുമില്ലാത്തൊരു അനാഥന. അതാ ഞാൻ പറഞ്ഞിട്ടാ അവൻ ചെറിയച്ഛനെ അച്ഛാന്നും ചെറിയമ്മ അമ്മയെന്നും എന്നെ ചേച്ചിന്നും ഒക്കെ വിളിക്കുന്നത്. നീ എന്നെ വിശ്വസിക്കണം പൃഥ്വി. എന്റെ വാക്കിന്റെ ബലത്തിലാ കിരൺ അങ്ങനെയൊക്കെ വിളിച്ചത്. നീ അതിന് തെറ്റായ ഒരു അർത്ഥവും കാണരുത്. നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ച് ടെൻഷൻ ആവരുത്. പൃഥ്വി, ഇനി അങ്ങനെ ഒന്നും വിളിക്കേണ്ടെന്ന് ഞാൻ കിരണിനോട് പറഞ്ഞോളാം. പൃഥ്വി, നീ ചെല്ല് പൃഥ്വി, വെറുതെ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. പൃഥ്വി, പറഞ്ഞ കേക്ക്, മനസ്സിലായോ? ചെല്ല് ചെല്ല് പൃഥ്വി, ചെല്ല്. നീ ഞാൻ പറയുന്ന കേക്ക്, ചെല്ല്.